റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 കൊല്ലം ദഅവത്ത് ചെയ്തു. 23 കൊല്ലത്തെ പ്രബോധനം, 23 വർഷമാണ് ദീനിന്റെ ദഅവത്തിന്റെ കാലം. 40-ാമത്തെ വയസ്സിൽ പ്രവാചകത്വം, 63-ാമത്തെ വയസ്സിൽ ഹബീബിന്റെ മരണം. ഇതിനിടയിലുള്ള 23 വർഷം. ആ 23 വർഷങ്ങളിൽ 22 കൊല്ലവും ഹബീബിന്റെ ശത്രുവായിരുന്ന ഒരാൾ 23-ാമത്തെ വർഷം ഹബീബ് വഫാത്താകുന്ന വർഷം ഇസ്ലാം സ്വീകരിക്കുകയാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും. മക്കാ വിജയം നടക്കുമ്പോൾ മദീനയിൽ നിന്ന് 10,000 സ്വഹാബികളെയും കൊണ്ട് നബി തങ്ങൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് മാർച്ച് ചെയ്തു വന്നു. കഅബാലയത്തിന്റെ തിരുമുറ്റത്തേക്ക് കടന്നു വരേണ്ട ദിവസം, അതിൻ്റെ തലേ രാത്രി മക്കയുടെ സബർബിൽ അവർ മുഴുവനും ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. 10,000 വിളക്കുകൾ കത്തിക്കാൻ പറഞ്ഞു നബി തങ്ങൾ. 10,000 സ്വഹാബിമാർ ഓരോരുത്തരും അവരുടെ ടെന്റിൻ്റെ അടുത്ത് ഒരു വിളക്ക് കത്തിച്ചു. 10,000 ലൈറ്റ്. 10,000 ലൈറ്റ്. ആലോചിച്ച് നോക്കി, മരുഭൂമി നിറയെ വെളിച്ചം. ഇത് കണ്ട് പേടിച്ച് വിറങ്ങലിച്ച ഈ നേതാവ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികത്തേക്ക് പോവുകയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈപിടിച്ച്. മക്കയുടെ നേതാവാണ് ഇദ്ദേഹം. ഇനി ഒരിക്കലും മക്ക തിരിച്ചു കിട്ടില്ല, മക്ക നിബിതങ്ങൾ പിടിച്ചടക്കി എന്ന് അദ്ദേഹത്തിന് ഉറപ്പാണ്. നിബിതങ്ങളാണെങ്കിലോ മക്കയെ വെറുതെ പിടിച്ചടക്കാൻ വന്നതല്ല. നിരപരാധികളായ ബനൂ ഖുസാഅ ഗോത്രക്കാരെ, ഖുറൈശികളുടെ അലൈസ്, അവരുടെ കൂടെയുള്ള സഖ്യശക്തി ബനൂ ബക്കർ ഗോത്രക്കാർ, ഒരു പാതിരാക്ക് നിരുപാധികം ഒരു കുഴപ്പവും ഒരു പ്രശ്നവും ചെയ്യാതിരുന്ന ബനൂ ഖുസാഅ ഗോത്രക്കാരെ മുഴുവൻ വാളുകൊണ്ട് വെട്ടി നിരത്തിയിട്ട് കൂട്ടക്കൊല ചെയ്തപ്പോൾ അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് നബി തങ്ങൾ വരുന്നത്. കരാർ പൊളിച്ചതിൻ്റെ പേരിൽ, നിരപരാധികളെ കൊന്നൊടുക്കിയതിൻ്റെ പേരിൽ മക്കക്കാരായ പ്രമാണിമാർ, ഹുദൈബിയ സന്ധിയിൽ ഒപ്പുവെച്ച ആളുകൾ, ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ അക്രമികളാണെങ്കിലും അല്ലെങ്കിലും ഞങ്ങൾ അവരെ സംരക്ഷിക്കുമെന്ന് ധിക്കാരം പറഞ്ഞപ്പോൾ അതിന് മറുപടി കാണിച്ചു കൊടുക്കാൻ വന്നതാ 10,000 സൈന്യം സ്വഹാബികളോടുകൂടെ വന്നത്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈപിടിച്ച് ഈ മക്കയുടെ നേതാവ് ഹബീബിൻ്റെ ടെന്റിലേക്ക് കടന്നു വരികയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കുന്നു, ലോകത്തിൻ്റെ ഗുരു. കടന്നു വന്നത് മറ്റാരുമല്ല, അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അബൂ സുഫിയാനെ, നിങ്ങൾക്ക് ഇപ്പോഴും സമയമായിട്ടില്ലേ? ആരാണ് റസൂലുള്ളാഹി എന്ന് മനസ്സിലാക്കാൻ? കൊല്ലം കുറെ ആയില്ലേ? 10-22 കൊല്ലം കഴിഞ്ഞില്ലേ? ഹബീബായ നബി തങ്ങളുടെ മുഅ്ജിസുകൾ കാണുന്നില്ലേ? ഹബീബിന്റെ അത്ഭുതങ്ങൾ കാണുന്നില്ലേ? എന്നിട്ട് മനസ്സിലായില്ലയോ ഇവരാരാണ് എന്ന്? അലം യഅനി ലക യാ അബാ സുഫിയാൻ അൻ തഅരിഫ മൻ ഹാദാ, ഈ റസൂൽ ആരാണ് എന്ന് അബൂ സുഫിയാനെ നിങ്ങൾക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ലേ? അബൂ സുഫിയാൻ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ഉണ്ട്, എനിക്കിപ്പോഴും കുറച്ച് സംശയം ബാക്കിയുണ്ട്, ഏറെക്കുറെയൊക്കെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഐ സ്റ്റിൽ ഹാവ് സം ഡൗട്ട്സ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ സുഫിയാൻ, നിങ്ങളുടെ കഴുത്തുനിന്ന് തല അങ്ങ് പോയാൽ ആ സംശയം മുഴുവൻ തീരും കേട്ടോ എന്ന് പറഞ്ഞു. നബി ഞങ്ങൾ പറഞ്ഞു, ഉമറേ അങ്ങനെ പറയരുത്, ഉമറേ അങ്ങനെ പറയരുത്. നബിയെ, ഈ തലയും കൊണ്ടുകൊടുന്നിട്ട് 22 കൊല്ലം കഴിഞ്ഞു, എന്നിട്ട് ഇപ്പോഴും പറയാം സംശയം ബാക്കിയുണ്ടെന്ന്. നബി ഞങ്ങൾ പറഞ്ഞു, ഉമറേ, നിങ്ങൾക്കറിയുമോ, ചില ആളുകൾക്ക് സത്യം ബോധ്യപ്പെടാൻ ഒരുപാട് സമയമെടുക്കും. ചില ആളുകൾക്കത് പെട്ടെന്നാണ്, ചില ആളുകൾക്ക് ഒരുപാട് കാലമെടുക്കും. അതുകൊണ്ട് ഉമറേ, അബൂ സുഫിയാന്റെ സംശയം നിങ്ങൾ മാനിക്കണം. തങ്ങട്ട് പറഞ്ഞപ്പോ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു പുണ്യ നബിയുടെ കൈ പിടിച്ചുകൊണ്ട് പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഐ ഡിക്ലെയർ അണ്ടർ നോ കമ്പൽഷൻ, ആരും നിർബന്ധിച്ചുകൊണ്ടല്ല, ആരും എന്നെ ഫോഴ്സ് ചെയ്തതുമല്ല, ഞാനായിട്ട് പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. There is no one, no deity worthy of worship except Allah. അവിടെ ഇസ്ലാം സ്വീകരിച്ചു. വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, and you messenger of God are the messenger of Allah. അല്ലാഹുവിൻ്റെ ഹബീബിനെ നബിയായി അംഗീകരിച്ചു, അല്ലാഹുവിൻ്റെ വഹ്ദാനിയത്തിനെ അംഗീകരിച്ചു. മക്കയുടെ നേതാവ്
23 കൊല്ലമെടുത്തു, 23 വർഷമെടുത്തു ഈ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ.